Electrode deposition. It is applied in the creation of nanostructures. നാനോസ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇലക്ട്രോ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ആൾസോ കാൾഡ് ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. Applied electric field draws precursor ion towards the substrate surface. Once the ion reaches the surface, it is chemically bond with certain bonding sites and stay there. This technique is great for the creation of monolayers and thin films to substrates that are conductive. അതായത് ഈ സംഭവം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിന്നായിട്ടുള്ള കണ്ടക്ടേഴ്സിൽ തിൻ ഫിലിംസ് ഉണ്ടാക്കാൻ കഴിയും. മോണോലേയേഴ്സ് അല്ലെങ്കിൽ തിൻ ഫിലിംസ് നമുക്കൊരു കണ്ടക്ടറിൻ്റെ മുകളിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇലക്ട്രോ ഡെപ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചർ. നമ്മളൊരു പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇലക്ട്രോഡ്സിനെ ഇലക്ട്രോലൈറ്റിൽ അഥവാ പോളാർ ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മളതിന് എന്താ പറയുക, പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ചില മെറ്റൽസിന് അബ്രേഷൻ, കൊറോഷൻ, പ്രൊട്ടക്ഷൻ, ലൂബ്രിസിറ്റി പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ മെറ്റൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫീച്ചേഴ്സ് ഉള്ള മെറ്റൽസിനെ അതിൻ്റെ മുകളിലൂടെ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുകയാണ് ചെയ്യുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഇൻ സെറാമിക് പ്രോസസ്സിങ്. സെറാമിക് പ്രോസസ്സിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോ ഡെപ്പോസിഷൻ. ഇലക്ട്രോ ഡെപ്പോസിഷൻ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് EPD ആൻഡ് ELD. EPD എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ഫോററ്റിക് ഡെപ്പോസിഷൻ ആണ്. ELD എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് ഡെപ്പോസിഷൻ ആണ്. EPD യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് തിക്ക് സെറാമിക് ഫിലിംസ് ആൻഡ് ബോഡി ഷേപ്പിംഗ്. EPD മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് തിക്കായിട്ടുള്ള സെറാമിക് ഫിലിംസ് ഉണ്ടാക്കാനും ബോഡി ഷേപ്പിങ്ങിനും വേണ്ടിയിട്ടാണ്. അതേസമയം ELD യൂസ് ചെയ്യുന്നത് തിന്നായിട്ടുള്ള സെറാമിക് ഫിലിംസ് ഉണ്ടാക്കാനും നാനോ സ്ട്രക്ചേർഡ് പൗഡേഴ്സ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഫോർ നാനോ ടെക്നോളജി ആപ്ലിക്കേഷൻസ് some additional adjustments must be done to the precursor or the substrate. Use of this in nanotechnology comes in the form of nanocrystalline metals. When metal form in a solid state, they are not a perfect single crystal. Many identical crystals will be lie side by side with a random orientation. These patches are called grains. അതായത് ഒരു മെറ്റൽ സോളിഡ് ഫോമിലായി മാറുമ്പോൾ അതൊരൊറ്റ ക്രിസ്റ്റലായിട്ടല്ല ഉണ്ടാവുക. കുറേ ചെറിയ ക്രിസ്റ്റൽസ് സൈഡ് ബൈ സൈഡായിട്ട് വെച്ച് അതും റാൻഡം ഓറിയൻറ്റേഷനിൽ വെച്ച ഒരു ഗ്രൂപ്പായിട്ടാണ് അതൊരു സോളിഡായിട്ട് മാറുന്നത്. അപ്പോൾ അതിലുള്ള ഈ പാച്ചസിനെ വിളിക്കുന്ന പേരാണ് ഗ്രെയിൻസ്. ഗ്രെയിൻസിൻ്റെ സൈസ് എന്ന് പറയുന്നത് മൈക്രോമീറ്റർ സ്കെയിലാണ് ഉണ്ടാവുക. To create nanocrystalline metals with electroplating, it is important to control two major modes of grain evolution. ഗ്രെയിൻ എവല്യൂഷനിലുള്ള രണ്ട് മേജർ മോഡ്സ് ഉണ്ട്. അത് കൺട്രോൾ ചെയ്യൽ നമ്മൾ നാനോ ക്രിസ്റ്റലൈൻ മെറ്റൽസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാമത്തേതാണ് ന്യൂക്ലിയേഷൻ, രണ്ടാമത്തേതാണ് ഗ്രോത്ത്. ഈ ന്യൂക്ലിയേഷൻ എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യണത് എന്താ ചോദിച്ചാൽ, ഹൗ ഓഫൻ എ റാൻഡം അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻകമിങ് ആറ്റംസ് വിൽ സ്പോണ്ടേനിയസ്ലി ഓർഡർ ഇറ്റ് സെൽഫ് ഇൻ ടു എ ക്രിസ്റ്റൽ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ റാൻഡമായിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻകമിങ് ആയിട്ടുള്ള ആറ്റംസ് ഒറ്റയടിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ സ്വയം ഒരു ക്രിസ്റ്റലിൻ്റെ ഫോമിലേക്ക് ഓർഡർ ചെയ്ത് നിൽക്കുന്നതിനെയാണ് ന്യൂക്ലിയേഷൻ എന്ന് വിളിക്കുന്നത്. അതേസമയം ടേം ഗ്രോത്ത് എന്ന് പറയുന്നത് എത്ര എളുപ്പത്തിലാണ് ഈ ന്യൂക്ലിയേറ്റഡ് റീജിയൻസ് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. ഹൗ ക്വിക്ക്ലി ദീസ് ന്യൂക്ലിയേറ്റഡ് റീജിയൻസ് സ്പ്രെഡ് ഔട്ട്വാർഡ്സ്. ടു ക്രിയേറ്റ് നാനോ ക്രിസ്റ്റലൈൻ മെറ്റൽ നമ്മൾ രണ്ട് കാര്യം സൂക്ഷിക്കണം. ഒന്ന് എൻകറേജ് ന്യൂക്ലിയേഷൻ നമ്മൾ നല്ലോണം എൻകറേജ് ചെയ്യണം. രണ്ടാമത്തെ ലിമിറ്റ് ഗ്രോത്ത് നമ്മൾ കുറക്കും വേണം. ന്യൂക്ലിയേഷൻ കൂട്ടണം, ഗ്രോത്ത് കുറക്കണം. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ പൾസ് പ്ലേറ്റിംഗ് ഓഫ് ഡോപ്പൻസ്. ഈ സംഭവം നമുക്കിപ്പോൾ ഈ കൺട്രോൾ നമ്മൾ ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ ബൈ പൾസ് പ്ലേറ്റിംഗ് ആൻഡ് ഡോപ്പൻസ് ആണ്. പൾസ് പ്ലേറ്റിങ്ങിലൂടെയും ഡോപ്പൻസ് യൂസ് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുക. ബൈ പൾസിങ് ദ ഇലക്ട്രിക് ഫീൽഡ്, the electro deposition only happens in short bursts.
It encourages nucleation. Dopants are contaminating atoms that can be added through a variety processes. പല പ്രോസസ്സുകളിലൂടെയും നമുക്ക് ഒരു സാധനത്തിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഡോപ്പൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഇതിക്ക് ആഡ് ചെയ്താൽ അത് ഡോപ്പ്ഡായി മാറും. Dopants act as an effective barrier for growth by tying up the growth fronts with defect. ഡോപ്പൻസ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ബാരിയർ ആയിട്ടാണ് ഇതിൽ യൂസ് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗ്രോത്ത് ഫ്രണ്ട്സിന് ടൈ അപ്പ് ചെയ്യേണ്ടി വരും. അതിന് സമ്മതിക്കാതെയൊക്കെയാണ് ഡോപ്പൻസ് ചെയ്യുക. അതെങ്ങനെയാണ് ഡിഫക്റ്റ് വരുത്തിക്കൊണ്ടാണ് ഡോപ്പൻസ് അത് ചെയ്യുന്നത്. പിന്നെ നാനോപോസ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ റിവേഴ്സ് ഇലക്ട്രോ ഡെപ്പോസിഷൻ ഓർ ഇലക്ട്രോ ഡീകമ്പോസിഷൻ. അതായത് ഇലക്ട്രോ ഡെപ്പോസിഷൻ്റെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഇലക്ട്രോ ഡെപ്പോസിഷൻ വഴി, അതിൻ്റെ വേറൊരു പേരാണ് ഇലക്ട്രോ ഡീകമ്പോസിഷൻ. ഇതുവഴി നമുക്ക് എന്തുണ്ടാക്കാം? നാനോപോസ് ഉണ്ടാക്കാൻ പറ്റും. ഇഫ് എ സബ്സ്ട്രേറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് എൻ array of physical indentations, a reverse field will cause two indentations to begin sinking into the material in a vertical column. The result is a large grid of nanopores that can be used to grow nanowires. ഇത് നമുക്ക് നാനോവയേഴ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ഇലക്ട്രോ ഡെപ്പോസിഷൻ ഓഫേഴ്സ് റിജിഡ് കൺട്രോൾ ഓഫ് ഫിലിം തിക്നെസ്, യൂണിഫോമിറ്റി ആൻഡ് ഡെപ്പോസിഷൻ റേറ്റ്. ഇറ്റ് ഹാസ് ലോ എക്യുപ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽ കോസ്റ്റ്. ഇതിന് കുറച്ച് മെറ്റീരിയൽസിൻ്റെയും എക്യുപ്മെൻസിൻ്റെയൊക്കെ കോസ്റ്റ് ഉണ്ടാവുള്ളൂ, വലിയ ചിലവില്ല. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഇൻ ദിസ് മെത്തേഡ് ഫോർമേഷൻ ഓഫ് യൂണിഫോം ഫിലിംസ് ആൻഡ് ഡെപ്പോസിഷൻ അക്കോർഡിംഗ് ടു ചോയ്സ് ഓഫ് ഏരിയ ആർ പോസിബിൾ. ഇഫ് ദ സർഫേസ് ഈസ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ്, then knowing the ionic radius of the material to be deposited, it is possible to calculate number of atoms transferred and thickness of the deposited layer. പിന്നെ അപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് സെറാമിക് ഫിലിംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ബൈ കാഥോഡിക് ഇലക്ട്രോ ഡെപ്പോസിഷൻ. രണ്ടാമത്തെ യൂസാണ് നാനോ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തേതാണ് ഇൻഫാബ്രിക്കേറ്റിംഗ് ഓഫ് നാനോ പോറസ് മെറ്റീരിയൽ. നാനോ പോറസ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്യാം. അതിന് ഒരു എക്സാമ്പിളാണ് അലൂമിനിയം ഓക്സൈഡും പോറസ് സിലിക്കണും. പിന്നെ ഈ അലൂമിനിയം ഓക്സൈഡ്, പോറസ് സിലിക്കൺ പോലുള്ള നാനോ പോറസ് മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് നാനോ പാർട്ടിക്കിൾസ്, റോഡ്സ്, വയേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി പഠിക്കാനുള്ളതാണ് ബാൾ മില്ലിംഗ്. വൺ ഓഫ് ദ മെത്തേഡ്സ് ഇൻ ദ ടോപ്പ് ഡൗൺ അപ്രോച്ച് ഇൻ നാനോ ടെക്നോളജിയാണ് ബാൾ മില്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ബൾക്ക് പാർട്ടിക്കിൾസ് ഇൻ ടു പൗഡർ ഫോം. ബൾക്കായിട്ടുള്ള പാർട്ടിക്കിളിനെ നാനോ സൈസിലുള്ള പൗഡേഴ്സ് ആക്കി മാറ്റാനാണ് ബാൾ മില്ലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ. അതിൻ്റെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെന്തുണ്ടാവും? ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കണ്ടെയ്നർ ഉണ്ടാവും. ആൻഡ് മെനി സ്മാൾ അയേൺ, ഹാർഡൻഡ് സ്റ്റീല്, സിലിക്കൺ കാർബൈഡ് ഓർ ടങ്സ്റ്റൺ കാർബൈഡ് ബാൾസ് ആർ മെയ്ഡ് ടു റൊട്ടേറ്റ് ഇൻസൈഡ് എ മിൽ അഥവാ ഡ്രം. ദ പൗഡർ ഓഫ് എ മെറ്റീരിയൽ ഈസ് ടേക്കൺ ഇൻസൈഡ് ദ സ്റ്റീൽ കണ്ടെയ്നർ. ദിസ് പൗഡർ വിൽ ബി മെയ്ഡ് ഇൻ ടു നാനോ സൈസ് യൂസിംഗ് ദ ബാൾ മില്ലിംഗ് ടെക്നിക്. എ മാഗ്നെറ്റ് ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ കണ്ടെയ്നർ ടു പ്രൊവൈഡ് ദ pulling force to the material. Of this magnetic force increases the milling energy when milling container or chamber rotates the metal ball. ഇതിൽ ബാൾ ഈസ്റ്റ് മെറ്റീരിയൽ എന്നുള്ളൊരു റേഷ്യോ നമ്മളെടുക്കുക 2:1 എന്നുള്ള റേഷ്യോയിലാണ്. ദീസ് സിലിക്കൺ കാർബൈഡ് ബാൾസ് പ്രൊവൈഡ് വെരി ലാർജ് എമൗണ്ട് ഓഫ് എനർജി ടു ദ മെറ്റീരിയൽ പൗഡർ ആൻഡ് ദെൻ ദ പൗഡർ ഗെറ്റ് ക്രഷ്ഡ്. ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒന്ന് മെക്കാനിക്കൽ എനർജി വഴിയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. മെക്കാനിക്കൽ എനർജിയാണ് നമ്മളിതിനെ നാനോ സൈസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സ്പീഡ് ഓഫ് ദ ഷാഫ്റ്റ് ഇൻ ദ കണ്ടെയ്നർ, സൈസ് ഓഫ് സ്റ്റീൽ ബാർ ആൻഡ് ടൈം ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ
മിൽ ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ മെറ്റീരിയൽ. ഇതിൽ ഈ സാധനത്തിൻ്റെ പ്രിപ്പറേഷനിൽ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്പീഡ് ഓഫ് കണ്ടെയ്നർ ആണ്. കണ്ടെയ്നർ എത്ര സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ സൈസ് ഓഫ് സ്റ്റീൽ ബാളാണ്, ബാളിൻ്റെ സൈസ്. പിന്നെ ടൈം ഓഫ് ഓപ്പറേഷൻ ഓഫ് മിൽ അഥവാ ഓപ്പറേഷൻ, ഈ മില്ല് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈമുമാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ബാൾ മില്ലിങ്ങിൽ നമുക്ക് നമ്മൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 to 20 നാനോമീറ്റർ സൈസിലായിരിക്കും. സൈസ് ഓഫ് നാനോ പൗഡർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പീഡ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ ബാൾസ്. പിന്നെ ഇത് ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആൻഡ് ഈസി പ്രോസസ്സാണ്. ഇതിൻ്റെ മേക്കിങ്ങിനൊന്നും വലിയ എക്സ്പെൻസ് ഇല്ല, അതുകൊണ്ട് ഇത് ഈസി ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പോലെ പറയാൻ പറ്റുന്നതാണ് ഇറ്റ് ഈസ് നോട്ട് സോഫിസ്റ്റിക്കേറ്റഡ്. ഇത് സോഫിസ്റ്റിക്കേറ്റഡ് അല്ല, അതുകൊണ്ട് തന്നെ നാനോ മെറ്റീരിയൽസിൻ്റെ ഷേപ്പ് ഇറഗുലർ ആയിരിക്കും. പോരാത്തിന് അതിനൊക്കെ എന്താ പറയുക ബാള്, മില്ലിങ് അഡിറ്റീവ്സ് പോലെയുള്ള സാധനങ്ങളിൽ നിന്നുള്ള കണ്ടാമിനൻസ് അതിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ പ്രസൻസ് ഈ നാനോ മെറ്റീരിയൽസിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ദർ മേ ബി ക്രിസ്റ്റൽ ഡിഫക്ട്സ്. പിന്നെ ഉള്ളതാണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടാവാനും സാധ്യത ഉണ്ട്. ഇനി പഠിക്കാനുള്ളത് അപ്ലിക്കേഷൻസ് ആണ്. ബാൾ മില്ലിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് കാർബൺ ബേസ്ഡ് മെറ്റൽസ്, നാനോ ട്യൂബ്സ് അഥവാ CNT, BN നാനോ ട്യൂബ്സ്, വൈഡ് റേഞ്ച് ഓഫ് എലമെൻ്റൽ ഓക്സൈഡ് പൗഡർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് Al2O3, BaTiO3, SnO2, FeO, etc.